നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ദുരന്ത കാഴ്ചയാണിത്. അധികാരം കൈയാളിയ ഒരു പ്രസ്ഥാനം, പ്രതിപക്ഷ ഐക്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഇന്ന് സ്വന്തം പാളയത്തിൽ തകർന്നു വീഴുന്നു. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിർത്തി പ്രതിപക്ഷ മഹാസഖ്യം ഒരുങ്ങുമ്പോൾ അതിന്റെ നെടും തൂണായ കോൺഗ്രസ് ആഭ്യന്തര കലഹങ്ങളുടെയും വിശ്വാസമില്ലായ്മയുടെയും ആഴമേറിയ പ്രതിസന്ധിയിലാണ്. 2020 തെരഞ്ഞെടുപ്പിൽ സഖ്യത്തെ തോൽപ്പിച്ച അതേ പാർട്ടിയാണ് ഇപ്പോഴും തോൽവിക്ക് കളമൊരുക്കുന്നത്. ബീഹാറിലെ ഈ പൊട്ടിത്തെറി വെറുമൊരു സംസ്ഥാന വിഷയമല്ല, മറിച്ച് രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യചിഹ്നമാണ്. ബീഹാർ രാഷ്ട്രീയം ഇപ്പോൾ തിളച്ചു മറിയുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ കക്ഷികളുടെ മഹാസഖ്യത്തിന്റെ അടിത്തറ ഇളക്കി കോൺഗ്രസ് പാളയത്തിലെ സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള നേതാക്കളെ തഴഞ്ഞ് പണത്തിനും സ്വാധീനത്തിനും വഴങ്ങി പുതുമുഖങ്ങളെയും വിവാദ വ്യക്തികളെയും സ്ഥാനാർത്ഥികളാക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നത് പ്രതിപക്ഷ ഐക്യത്തിന് വലിയ തിരിച്ചടിയായി. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 19 സീറ്റുകളിൽ ഒതുങ്ങി സഖ്യത്തിന്റെ വിജയസാധ്യത ഇല്ലാതാക്കിയ കോൺഗ്രസ് ചരിത്രത്തിൽ നിന്ന് പാഠമൊന്നും പഠിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പുതിയ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ബീഹാർ കോൺഗ്രസിൽ വൻ ഭൂകമ്പമുണ്ടായതായി വാർത്തകൾ സൂചിപ്പിക്കുന്നു. കോൺഗ്രസ് വക്താവ് ആനന്ദ് മാധവ് രാഹുൽ ഗാന്ധിക്ക് രാജിക്കത്തയച്ചത് പ്രശ്നത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. വർഷങ്ങളായി പാർട്ടിക്കായി പ്രവർത്തിച്ച വിശ്വസ്തരായ നേതാക്കളെ തഴഞ്ഞ് പണത്തിനും സ്വാധീനത്തിനും വഴങ്ങി കുറ്റവാളികളെയും ഇടനിലക്കാരെയും പുതുമുഖങ്ങളെയും സ്ഥാനാർത്ഥികളാക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിൽ മഹാസഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ നേർക്കുനേർ മത്സരിക്കുന്നു. ഒരേ മണ്ഡലങ്ങളിൽ മഹാസഖ്യത്തിലെ RJDയും കോൺഗ്രസും CPIയും നാമനിർദ്ദേശ പത്രിക നൽകി. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും കക്ഷികൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അനുരഞ്ജന ശ്രമങ്ങളും പാളുകയാണ്. ആരും പത്രിക പിൻവലിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും തർക്കങ്ങൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ ഇക്കാര്യത്തിൽ ധാരണയായെന്ന വിധത്തിലായിരുന്നു സഖ്യത്തിനുള്ളിൽ നിന്നുള്ള സൂചന. RJD നേതാവ് തേജസ്വി യാദവിനെ മുന്നണിയുടെ മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കണമെന്നാണ് ശിവസേനയുടെ അഭിപ്രായം. എന്നാൽ കോൺഗ്രസിന് ഇതിനോട് താല്പര്യമില്ലെന്നാണ് സൂചന. തേജസ്വിയെ പിന്തുണച്ച കോൺഗ്രസ് MP താരിഖ് അൻവറിന്റെ പ്രസ്താവനയിലും കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. അതേസമയം ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട CPI-ML ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പട്ടികജാതിക്കാരെയും പൊതുവിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന 20 സീറ്റുകളിലേക്കാണ് ഇവർ ജനവിധി തേടുന്നത്. ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന 14 സീറ്റുകളിലേക്കും രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്ന 6 സീറ്റുകളിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഒരു പേരായിരുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അധികാരം കൈയാളിയ ഒരു പ്രസ്ഥാനം സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 2020 തെരഞ്ഞെടുപ്പിലുണ്ടായ കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിൽ നിന്ന് പാർട്ടി പാഠമൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പോഴും മഹാസഖ്യത്തിൽ ഉൾപ്പെട്ട കക്ഷികൾക്കിടയിലെ സീറ്റ് വിഭജന തർക്കം രൂക്ഷമായതിനു പിന്നാലെ കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹം സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുന്നു. വിശ്വസ്തരായ നേതാക്കളുടെ രാജ്യഭീഷണിയും ഒരേ മണ്ഡലത്തിൽ സഖ്യകക്ഷികൾ പരസ്പരം മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയതും ഈ പ്രതിപക്ഷം എത്രത്തോളം ദുർബലമാണെന്ന് വിളിച്ചു പറയുന്നതാണ്. ഈ ആഭ്യന്തര കലഹം പ്രതിപക്ഷത്തിന്റെ അടിത്തറ തകർക്കുമ്പോൾ അതിന്റെ നേട്ടം മറ്റാർക്കുമല്ല, BJPക്കാണ്. 2020 JDU നിറമങ്ങിയപ്പോഴും 74 സീറ്റുകൾ നേടി NDA മുന്നണിയുടെ വിജയത്തിന് നെടുന്തൂടായത് BJPയുടെ ഉജ്ജ്വല പ്രകടനമായിരുന്നു. ശക്തമായ സംഘടനാ സംവിധാനം, കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ, തെളിഞ്ഞ സ്ഥാനാർത്ഥി നിർണയം എന്നിവയാണ് BJPക്ക് എന്നും ബീഹാറിൽ മുൻതൂക്കം നൽകുന്ന ഘടകങ്ങൾ. പ്രതിപക്ഷ ചേരിയിലെ ഈ അനൈക്യവും സീറ്റ് തർക്കങ്ങളും കാരണം എതിരാളികൾ സ്വയം തോൽവി ഏറ്റുവാങ്ങുന്ന ഈ സാഹചര്യത്തിൽ ഭരണ തുടർച്ച ഉറപ്പിക്കാൻ BJPക്ക് എളുപ്പ വഴി തുറന്നു കിട്ടിയിരിക്കുന്നു. ബീഹാറിലെ ഈ രാഷ്ട്രീയ നാടകം രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യചിഹ്നമാണ്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.